1 കപ്പ് അരിപ്പൊടി എടുക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഹൽവ ഉണ്ടാക്കിയാലോ? നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 1 കിലോ ശർക്കരയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അലിയാനായിട്ട് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടും ഇത് ചൂടാക്കി എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് ഇതിൽ കട്ടയെല്ലാം ഒന്ന് അലിഞ്ഞ് നന്നായി ഉരുകി വരണവരെന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് അപ്പം പൊടി അഥവാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി അല്ല കേട്ടോ, അപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിയുടെയൊക്കെ പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള 1/4 കപ്പ് തലപ്പാലും അതേപോലെ തന്നെ 4.5 കപ്പ് 2ാം പാലും 3ാം പാലും കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. 2ാം പാലും 3ാം പാലും കൂടി എടുത്തതിൽ നിന്ന് ഏകദേശം ഒരു പകുതി ഞാനിപ്പോൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും കെട്ടാതെ നമുക്കിത് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും തരിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിക്കളയാനാണ്. അരിപ്പൊടിയിലും അതുപോലെ തേങ്ങാപ്പാലിലും എന്തെങ്കിലുമൊക്കെ തരി ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഹൽവ നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമുക്കിത് മുഴുവനായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കട്ടെ എത്രയും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളി ഉണ്ടായിരുന്നില്ല. അത് കാരണം നല്ല ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 2ാം പാലും 3ാം പാലും കൂടിയിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിയിൽ നിന്നും 2 കപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടിയിട്ടാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ചൂടായി വരണത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനിയും അതുപോലെ അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോയിലേക്ക് ഒന്ന് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ്. ഇത് തിക്കായി വരുന്നതോറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഹൽവ വരാനായിട്ട്. ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് തലപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തലപ്പാലും അതുപോലെ 2ാം പാലും 3ാം പാലും കൂടി ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ട്രിപ്പിൽ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതേപോലെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് അതിൽ നെയ്യോട് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഹൽവയുടെ ഒരു പരുവെന്ന് വെച്ചാൽ നന്നായിട്ട് കുറുകി വരുന്നൊരു പരുവാണല്ലോ. ആ സമയം കൊണ്ട് ഹൽവ സെറ്റ് ചെയ്യാനുള്ള ഒരു അലുമിനിയം ടിന്ന് നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തടവി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇത് ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ആയിക്കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇളക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം പരുവമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കൂടി വരുന്നുണ്ട്. ഇനി നമ്മളിതുപോലെ സ്പൂണിലൊക്കെ ഒന്ന് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ വരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൽവ ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് ഈ ഹൽവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുക്കാം. ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കൊണ്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ഒരേ കനത്തിൽ കിട്ടാനായിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൽവ കാണാൻ നല്ല ഭംഗിയായിരിക്കും. മുറിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കാഷ്നട്ട്സ് എടുത്ത് നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് കാഷ്നട്ട്സിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് അതുപോലെ തേങ്ങാക്കൊത്ത് ഒക്കെ വറുത്ത് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് 2 മുതൽ 3 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോഴത്തെ ഹൽവയുടെ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനാണ്. ഓൾറെഡി നമ്മൾ ഈ പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡായി കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇത് ഹൽവ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പിൽ നമുക്കിവിടെ ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവ ഒന്ന് മുറിച്ചെടുക്കാം. ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. റെക്റ്റാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ ഡയമണ്ട്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദ കൊണ്ടും അതുപോലെ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെയല്ലേ ഹൽവ തയ്യാറാക്കാറ്. ഇതുപോലെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.